സിനിമ കാണാറുണ്ടോ? കഥകൾ കേൾക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ സിനിമയിലും കഥയിലും ഒക്കെ നമ്മളൊരു രക്ഷകനെ പരിചയപ്പെടാറുണ്ട് അല്ലേ? ജീവിതത്തിലും അങ്ങനെ ഒരു രക്ഷകനുണ്ട്. ഇദ്ദേഹം രക്ഷപ്പെടുത്തുന്നത് പക്ഷികളെയും മൃഗങ്ങളെയും ജീവജാലങ്ങളും ഒക്കെയാണ്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഹായ് ചേട്ടാ. അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ ആള്. പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ചേട്ടനാണ് മുകേഷ് ചേട്ടൻ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ കോളുകളൊക്കെ വരാറുണ്ടോ ഇങ്ങനെ പ്രാവുകളൊക്കെ കുടുങ്ങുന്ന സമയത്ത്? അതെ അതെ, ഈ പ്ലാസ്റ്റിക് നൂല് ഇപ്പോഴും ഈ ഉയർന്ന പോസ്റ്റിലും വലിയ മരത്തിലൊക്കെ കുടുങ്ങിയിരിക്കാറുണ്ട്. അപ്പോൾ ഈ ദ്രവിക്കാത്ത നൂലായത് സ്ഥിതിക്ക് പക്ഷികളുടെ ചിറക് കൈത്ത് കാലൊക്കെ കുടുങ്ങിയിരിക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഉടനെ വിളിക്കാറുണ്ട്, നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്യാറുണ്ട്. ഈ പട്ടത്തിൻ്റെ നൂലിൽ ഈ കോട്ടൺ നൂലിന് പകരം ഈ ദ്രവിക്കാത്ത പ്ലാസ്റ്റിക് ചൈനീസ് നിർമ്മിതം നൂല് വന്ന് അപ്പോൾ അതിലെ പക്ഷികളുടെ ചിറക് കൈത്ത് കാലൊക്കെ കുടുങ്ങിപ്പോണ്. അപ്പോൾ അതിനെ ഇറക്കാനുള്ള ശ്രമം നടത്തി. അതിനു വേണ്ടി ഞാൻ ഹൈക്കോടതിയിലെ കേസ് നടത്തി, അതിനുവേണ്ടി ഉപവാസം നടത്തി. അപ്പോൾ അങ്ങനെ തന്നെ ഓരോരോ സാഹചര്യം വന്ന സ്ഥിതിക്ക് അതിനോട് നീങ്ങി ഇപ്പോൾ കുറേയൊക്കെ പക്ഷിക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടി. അതുകൂടാതെ പക്ഷി കുടുങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ കുറേ കാടിറക്കി പക്ഷിനെ ഇറക്കാൻ പോകുമ്പോൾ പ്രതിജ്ഞ ഇറക്കി. ഞാൻ പക്ഷികൾക്കും മനുഷ്യർക്കും ഹാനികരമായ പ്ലാസ്റ്റിക് ടെങ്കീസ് ദ്രവിക്കാത്ത നൂലുകൾ കൊണ്ട് ഞാൻ പട്ടം പറത്തിക്കുകയില്ല. അറിയാതെ പറത്തുന്നവർക്ക് ഞാൻ പിന്തിരിപ്പിക്കും. പരുത്തി കോട്ടൺ നൂൽ കൊണ്ട് ദ്രവിക്കുന്ന നൂൽ കൊണ്ട് മാത്രമേ പട്ടം പറപ്പിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രതിജ്ഞ റൈറ്റപ്പ് ചെയ്തിട്ട് പല സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഒരുപാട് പക്ഷികൾ വംശനാശം അടക്കം സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ ഇങ്ങനെ പക്ഷികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്? പുതിയ എന്തെങ്കിലും ഐഡിയാസ് കയ്യിലുണ്ടോ? ഈ ലോകത്തിലെ കാലാവസ്ഥ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്ഥിതിക്ക് കുറേ പക്ഷികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില പക്ഷികൾ വംശനാശത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ വാർമിംഗ് കാരണം. അപ്പം നമ്മൾ മൊത്തം ലോകത്തിൻ്റെ മനുഷ്യൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ അന്തരീക്ഷത്തിന് ഈ ചൂട് കുറയാൻ വേണ്ടിയും ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾ ആക്കി കൊടുക്കുന്നത് നമ്മളെ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനെ ഈ ഇടയ്ക്ക് ഈ കുരുവി, നമ്മളെ വീട് മുറ്റത്തിലുള്ള ഹൗസ് പാരോ, കുരുവിൻ്റെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജീവത്തിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ജീവജാലങ്ങൾക്ക് ബാധിക്കും. കാരണം അവർ ചില കഴിക്കുന്ന ഭക്ഷണങ്ങളും ചില ജന്തുക്കളും ഇതൊക്കെ മനുഷ്യർക്ക് ഹാനികരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചൈനയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ ഈ കുരുവി ഇല്ലാതെ ആക്കാൻ വേണ്ടി കുറേ വലിയൊരു പ്രചാരണം നടത്തിയിട്ട് കുരുവി ഇല്ലാതെ ആക്കുമ്പോഴത്തേക്കും അവിടെ കുറേ ലക്ഷം ആൾക്കാർ മരിച്ചു പോയി. കാരണം ചില ജീവികളുടെ ഉത്പത്തി കൂടി ഇത് കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ പ്രേ ആൻഡ് പ്രിഡേറ്റർ ഈ ലോകത്തിലെ എല്ലാം ബാലൻസിങ് ആയിട്ടാണ് ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു വംശത്തിനെ ഹത്യ ചെയ്താൽ അല്ലെങ്കിൽ ഏതൊരു ഇനത്തിനെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഒരു എൻവയറൺമെൻറ്റ് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരുവിൻ്റെ എണ്ണം കുറഞ്ഞ സ്ഥിതിക്ക് കുരുവിൻ്റെ ആദ്യം നമ്മൾ വീടിൻ്റെ നിർമ്മാണം പദ്ധതിയിൽ അവർ ഈ ഓടിട്ട വീട്ടിലേക്ക് ചില പോതുണ്ടാവും, അവിടേക്കാണ് ഇവർ കൂട് കൂട്ടുന്നത്. അതാണ് ഈ ഹൗസ് പേരോ എന്ന് വെച്ചാൽ വീട് മുറ്റത്തിലുള്ള ഒരു പക്ഷിയായിട്ടാണ് ഇവർ അവരുടെ പേരങ്ങനെ വീണത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ വീടിൻ്റെ നിർമ്മാണ പദ്ധതി മാറി കോൺക്രീറ്റ് വീടായി, ടെറസായി. പിന്നെ കുറച്ച് വെന്റിലേഷൻ ഉണ്ടായിരുന്നു. അതും ഈ കൊതു കയറാതിരിക്കണം നമ്മൾ അവിടെ അടച്ചിട്ടു സ്ഥിതിക്ക് ഇവർക്ക് എവിടെയെങ്കിലും പോത് കിട്ടുന്നില്ല കൂട് കൂട്ടാൻ വേണ്ടി. ആയത് സ്ഥിതിക്ക് നമ്മൾ ഈ പക്ഷികൾക്ക് വേണ്ടി ജല വിതരണത്തിന് വേണ്ടി പാത്രം വിതരണം ചെയ്യുമ്പോൾ അതിനൊപ്പം പക്ഷികളുടെ കൂടും ഒരു കയറ്റി അതിനൊപ്പം നമ്മൾക്ക് വിദ്യാർത്ഥികൾക്കും പല സ്ഥലത്തെ ലൈബ്രറിയിലും അവിടെ പലത്തെ സ്ഥലത്തെ നമ്മൾ ജനങ്ങളെ കൂട്ടിയിട്ട് ഇത് വിതരണം ചെയ്യും. ഇത് എങ്ങനെ ഇത് പ്ലേസ് ചെയ്യണം, എത്ര ഹൈറ്റിൽ വെക്കണം, വേറെ വലിയ പക്ഷികൾ ഇതിലെ ശ്രദ്ധയിൽ പെടരുത്, ആ ഇതിലെ പാരപ്പട്ടിനെ താഴെ വശം വെക്കണം. അതിന് തൊട്ടടുത്ത് വേറെ ആണിയോ കമ്പിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ വലിയ പക്ഷികൾ ഇരുന്ന് ഇതിൻ്റെ മൊറ്റയും കുഞ്ഞിനെ നമ്മൾ നശിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം ബോധവൽക്കരണം ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്ക് ഇത് വിതരണം ചെയ്യും. ഇല്ല, ഈ പക്ഷി കുടുങ്ങിയാൽ നമ്മൾ അറിയുന്നില്ലല്ലോ.
എവിടെയെങ്കിലും പക്ഷി കുടുങ്ങിയാൽ ജനങ്ങൾ ഉടനെ നമ്മളെ വിളിക്കാറുണ്ട്. അതിനെ ഫയർഫോഴ്സിനെ വിളിച്ചാലും അവരും നമ്മളോട് സഹകരിക്കാറുണ്ട്. ചില സ്ഥലത്ത് നമ്മളും ഫയർഫോഴ്സായിട്ട് ഒന്നിച്ചെങ്കിലും മറ്റേ പ്രവർത്തിക്കാറുണ്ട്. പല സ്ഥലത്ത് ഞാൻ ഒറ്റക്കും ചെന്ന് ചെറിയ ഹൈറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. ചില സ്ഥലത്ത് ഞാൻ ക്രെയിനൊക്കെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനൊരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 50 അടി ഹൈറ്റുള്ള വടി വാങ്ങിച്ച് അതിൽ 22 അടി ഹൈറ്റിലാക്കിയിട്ട് ഒരു 70 അടി 75 അടി വരെ നമ്മൾ താഴത്തു നിന്ന് എത്താറുണ്ട്. ഇത് ഞാൻ ഈ പക്ഷിനെ ഇറക്കാൻ വേണ്ടി പല രീതിയിലെ ശ്രമം നടത്തി. കാരണം ഈ കുടുങ്ങുന്നത് പ്ലാസ്റ്റിക് നൂലിലാണ്. ഈ പ്ലാസ്റ്റിക് വലിച്ചാൽ പൊട്ടാത്ത ടെങ്കീസ് നൂലാണ്. അപ്പോൾ പക്ഷികളുടെ ചിറക് കൈത്ത് കാലൊക്കെ കുടുങ്ങിയിട്ട് പക്ഷി ഇങ്ങനെ പിടഞ്ഞിരിക്കുമ്പോൾ ഈ പക്ഷിനെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിൽ ഞാൻ പല മോഡൽ ഉണ്ടാക്കി. കാരണം അവിടെ കത്തിയോ എക്സോ ബ്ലേഡോ അല്ലെങ്കിൽ ചൂടുള്ള ഐറ്റംസോ ഈ കട്ട് ചെയ്യാൻ വേണ്ടി എത്തിക്കാൻ പറ്റില്ല. കാരണം പക്ഷി പെടുക്കുമ്പോൾ അതിനെ മുട്ടിക്കഴിഞ്ഞാൽ ചോറക്കളിയാവും. അപ്പോൾ പല ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയിട്ട് പല രാത്രികളിലെ പല ഓർമ്മകളും പല മാറ്റങ്ങൾ വരുത്തിയിട്ട് ലൈറ്റ് വെയ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൊരു 100 ചില്ലറ ആണിയുണ്ട്. ഈ പക്ഷി തൂങ്ങിയിരിക്കുമ്പോൾ ഇത് അവിടം വരെ എത്തിക്കും. അതിൻ്റെ തന്നെ സെൻറ്ററിൽ എത്തിച്ചത് ഇത് വൈൻഡ് ചെയ്തിട്ട് പക്ഷി ഇങ്ങനെ വലിക്കുമ്പോൾ ഇല്ല വേറെ നൂല് കെട്ടിയിട്ടാണ് വലിക്കുന്നത്. കാരണം ഇതിന് അത്ര ആവതില്ല. ഈ സ്റ്റിക്ക് ഇതിനെ അവിടെ എത്തിക്കാൻ വേണ്ടിയാണ്. ഇത് 22 അടി ഹൈറ്റുള്ള സ്റ്റിക്കാണ്. ഇത് 50 അടി ഹൈറ്റിലേക്ക് വേറെ സ്റ്റിക്കിൽ ഫിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ 70-75 അടി ഹൈറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് വേറെ സ്റ്റിക്കിലെ കറണ്ട് ബാധിക്കുമല്ലോ. അപ്പോൾ ഇലക്ട്രിസിറ്റി ലൈൻ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റിക്കാരെ വിളിച്ചിട്ട് അവരും നന്നായിട്ട് സഹകരിക്കാറുണ്ട്. എപ്പോൾ പറഞ്ഞാലും അവർ വന്ന് അപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി 5 മിനിറ്റ് വേണ്ടി ഓഫ് ചെയ്ത് കൊടുക്കും. പക്ഷികൾക്ക് ബന്ധിതനാക്കാൻ പാടില്ല. പക്ഷികൾക്ക് ചിറക് കൊടുത്ത ദൈവമാണ്. പക്ഷികൾക്ക് ആകാശം കൊടുത്ത ദൈവമാണ്. എല്ലാ മരത്തിലെ കായ്ഫലങ്ങൾ കൊടുത്ത ദൈവമാണ്. നമ്മൾ അവർക്ക് ഒന്നും ചെയ്യരുത്. പക്ഷികളെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആകാശത്തിലെ പറക്കുന്നത് ആസ്വദിച്ചാൽ മതി. അല്ലാതെ കൂട്ടിൽ വെച്ചിട്ട് ആസ്വദിക്കാൻ മതി. അവർക്ക് തേനും പാലും കൊടുത്തിട്ട് ഈ തത്ത പ്രത്യേകിച്ച് അതിനകത്ത് എണ്ണം ചേരില്ല, മുട്ടയിടില്ല, കുഞ്ഞുങ്ങളാവില്ല. അത് വംശനാശത്തിലേക്ക് പോകും. നമ്മളെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ഒരു പക്ഷിനെ ബന്ധിതനാക്കുന്നത് ഏറ്റവും വലിയൊരു ക്രൂരത. നമ്മൾ അറിയാതെ ചെയ്തു പോകണം. അറിഞ്ഞിട്ടല്ല, അറിയാതെ ചെയ്തു പോകണം. അപ്പോൾ അതിനെ ബോധവൽക്കം ചെയ്യും. എവിടെയെങ്കിലും പക്ഷി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അവിടെ വീട്ടിൽ ചെല്ലും. അവരോട് പക്ഷി മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുന്ന കാലം നമ്മൾ ഒരാളെ ബന്ധിതനാക്കരുത്, അതിന് നിങ്ങൾ തന്നെ തുറന്നു വിട്ടു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് തുറന്നു പിടിക്കും. പിന്നെ പക്ഷി വിൽപ്പനക്ക് ചിലവർ വരും. അവരോട് അതിനെ ബോധവൽക്കം ചെയ്ത് അവരതിനുള്ള മറ്റേ വണ്ടിക്കൂലിയും വേറെ ഇതൊക്കെ കൊടുത്തിട്ട് അവർക്ക് നമ്മൾ എല്ലാം ഒന്നിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ പോലീസിലെ കൊണ്ടുപോയി അത് ഈ ആൾക്ക് വിട്ടേക്കും. അതിൻ്റെ പോലീസിനോട് എഴുതിച്ചിട്ട് ഫോറസ്റ്റിലെ കൊണ്ടുപോയി ഞാൻ എല്ലാ പക്ഷിനെ മോചിപ്പിക്കും. അവിടെ പറത്തിവിടാൻ പറ്റാതൊക്കെ അപ്പനെ പറത്തിവിടും. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ കോർഡിനാണ് ഫോറസ്റ്റിൽ ഏൽപ്പിക്കും. അവർ അതിനെ സന്ദർശിച്ചിട്ട് വലുതാകുമ്പോഴത്തേക്കും അവർ അതിൻ്റെ രീതിയിൽ പറത്തിവിടും. ഭൂമി നമുക്ക് മാത്രം ഉള്ളതല്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക്, എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യന്മാർക്കൊക്കെ എപ്പോഴും ഭംഗി ലേശം കൂടുതലാണ്. അതൊരു ശരിയുമാണ്. എന്തായാലും മുകേഷ് ഏട്ടന് ഇനിയും ജീവജാലങ്ങൾക്ക് കാവലായി നിൽക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ക്യാമറാമാൻ ഗീതേഷിനും സാരഥി റനീഷിനുമൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.